Good morning. In this section, we are going to discuss the feedback control system versus feed-forward control system. As we know, what is a control system and what is the difference between open loop and closed loop system. In an open loop system, there is no feedback circuit, and in a closed loop system, there is a feedback circuit. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺട്രോൾ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് എക്സാമ്പിൾസും നിങ്ങൾ നോക്കി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ആൻഡ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ സിസ്റ്റം ആണ്. നമുക്കറിയാം കൺട്രോൾ സിസ്റ്റത്തിനകത്ത് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഇല്ല അല്ലേ. പക്ഷെ ക്ലോസ്ഡ് ലൂപ്പിലേക്ക് വരുമ്പോൾ ഔട്ട്പുട്ടിൽ നിന്നും ഒരു പാർട്ട് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അതിന്റെ ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ആ ഔട്ട്പുട്ടിൽ നിന്നും ഇൻപുട്ടിലേക്ക് ഒരു പോർഷനെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സർക്യൂട്ടിനെ നമ്മൾ ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്നാണ് പറയുക. അപ്പോൾ അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഫീഡ്ബാക്ക് സിസ്റ്റവും ഉണ്ട്, ഫീഡ് ഫോർവേഡ് സിസ്റ്റവും ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ ഇതിന്റെ ഡിഫറൻസസ് എന്താണ് ഫീഡ്ബാക്ക് ആൻഡ് ഫീഡ് ഫോർവേഡ്, നിങ്ങൾ യൂഷ്വലി കേൾക്കാറുള്ളത് ഫീഡ്ബാക്ക് ആണ്, ഫീഡ് ഫോർവേഡ് നമ്മൾ അങ്ങനെ കേൾക്കാറില്ല അല്ലേ. അപ്പോൾ ഈ ഫീഡ്ബാക്ക് സിസ്റ്റവും ഫീഡ് ഫോർവേഡ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫീഡ്ബാക്കിനകത്ത് നമ്മൾ എന്താണ് ഔട്ട്പുട്ടിൽ നിന്നും ഒരു പോർഷൻ ഇൻപുട്ടിലേക്ക് കൊടുക്കുകയും തുടർന്നുള്ള അതിന്റെ ഔട്ട്പുട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് ഇൻപുട്ട്, അത് നമ്മൾ കൊടുത്ത ഇൻപുട്ടും ഈ ഔട്ട്പുട്ടിൽ നിന്നുള്ള പോർഷനും കൂടെ ക്ലബ് ചെയ്തിട്ടായിരിക്കും എന്ത് വരുന്നത്, ബാക്കി വരുന്ന ഔട്ട്പുട്ടുകൾ വരുന്നത്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഇൻപുട്ട് ആൻഡ് ദ പ്രീവിയസ് ഔട്ട്പുട്ട് ആയിരിക്കും ഓൾവേസ്. പക്ഷെ ഫീഡ് ഫോർവേഡ് സിസ്റ്റത്തിനകത്ത് എന്താ നമുക്ക് കാണാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്താ പറയാ ഇന്റേണൽ ഡിസ്റ്റർബൻസസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ മനസ്സിലാകും വാട്ട് ഈസ് എ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ആൻഡ് വാട്ട് ഈസ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ സിസ്റ്റം എന്നുള്ളത്. The systems in which corrective action is taken after disturbances affecting the output. അതായത് ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിന്റെ ഒരു പോർഷൻ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. അത്തരത്തിലുള്ളതാണ് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം. The system in which corrective actions is taken before disturbances affect the output. ഔട്ട്പുട്ടിനകത്തേക്ക് എന്തെങ്കിലും നോയ്സോ ഡിസ്റ്റർബൻസസോ വരുന്നതിന് മുമ്പ് തന്നെ ആക്ഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫീഡ് ഫോർവേഡ് കൺട്രോൾ സിസ്റ്റം എന്നാണ് പറയാറുള്ളത്. അതുപോലെ ഫീഡ്ബാക്ക് സിസ്റ്റം ഈസ് നെസസറി റിക്വയർമെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നോട്ട് റിക്വയർഡ് എന്നാണ് ഡിഫറൻസ് വെച്ച് പറയുമ്പോൾ. പക്ഷെ ഫീഡ് ഫോർവേഡ് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീഡ് ഫോർവേഡ് കൺട്രോൾ സിസ്റ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ മെഷർ ദ ഡിസ്റ്റർബൻസസ് ഓർ നോയ്സ്. ആ സിസ്റ്റത്തിനകത്ത് വരുന്ന എന്തെങ്കിലും അഡീഷണൽ എന്താ പറയുക ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ നോയ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഇതിനകത്ത് ഡിസ്റ്റർബൻസസ് എല്ലാം ഔട്ട്പുട്ടിന് ശേഷമാണ്, ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഫീഡ്ബാക്ക് പോകുന്നത്. ഫീഡ് ഫോർവേഡിനകത്ത് കറക്റ്റീവ് ആക്ഷൻ നടക്കുന്നത് ബിഫോർ ദ ഔട്ട്പുട്ട്, ഔട്ട്പുട്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ എന്താണ് കറക്റ്റീവ് ആക്ഷൻസ് നടക്കുകയാണ്. നമ്മുടെ ഡിസ്റ്റർബൻസസ് ആൻഡ് നോയ്സിനെ മെഷർ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് വേരിയബിളിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വേരിയബിൾസ് ആർ അഡ്ജസ്റ്റഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എറേഴ്സ്. നമുക്ക് കിട്ടിയ എറർ അല്ലെങ്കിൽ ഔട്ട്പുട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിനുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഫീഡ് ഫോർവേഡിനകത്ത് നമുക്ക് ഓൾറെഡി അറിയാം നമ്മളുടെ സിസ്റ്റത്തിനകത്ത് നിന്നും ചില പോസിബിൾ ആയിട്ടുള്ള ഡിസ്റ്റർബൻസസും നോയ്സും ഒക്കെ വരാൻ സാധ്യതയുള്ളത് നമുക്കറിയാം. അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ പ്രെഡിക്ഷൻസ് ആൻഡ് പ്രയർ നോളജ് അനുസരിച്ചിട്ടായിരിക്കും ഫീഡ് ഫോർവേഡ് കൺട്രോൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുക. ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ ദ ഔട്ട്പുട്ട് ആയിരിക്കും. അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റവും ഫീഡ് ഫോർവേഡ് കൺട്രോൾ സിസ്റ്റവും. ഇനി ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ക്ലിയർ ആകും. ഫീഡ് ഫോർവേഡിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു എന്താ പറയുക ഔട്ട്പുട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ എന്താണ് പ്രോസസ്സിലേക്ക് ഔട്ട്പുട്ടിന് തൊട്ട് മുമ്പുള്ള ആക്ഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്ക് കണക്ട് ചെയ്യുകയും അവിടെ ഇതാണ് നമ്മളുടെ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് ഒക്കെ മെഷർ ചെയ്തിട്ട് എന്താണ് അത് അവിടെ തന്നെ കറക്റ്റീവ് ആക്ഷൻസ് നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് നോക്കൂ, നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ടിൽ നിന്നാണ് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. ഇതെന്താണ്, y എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ് അല്ലെ, ഇവിടെ y എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. പക്ഷെ അതിന് പ്രിയോർ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
ഫീഡ് ഫോർവേഡ് കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ സെൻസേഴ്സ് ആയിരിക്കാം, ഇറ്റ് മേ ബി സെൻസേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഫീഡ് ഫോർവേഡ് കൺട്രോൾ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് ഫീഡ് ഫോർവേഡും ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫീഡ് ഫോർവേഡ് കൺട്രോൾ സിസ്റ്റത്തിനും ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റത്തിനും കുറച്ച് 2 എക്സാമ്പിൾസ് വീതം എഴുതി എനിക്ക് അയച്ചു തരിക. ഓക്കെ, നിങ്ങൾ നോട്ടിൽ തന്നെ വേണം ഇത്. ഈ നോട്ട് എഴുതിയിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ എക്സാമ്പിൾസ് ഫോർ ഫീഡ് ഫോർവേഡ് കൺട്രോൾ സിസ്റ്റം ആൻഡ് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ചെയ്യുക. അതാണ് നിങ്ങളുടെ ഇന്നത്തെ അസൈൻമെന്റ്.